ഇന്ന് സതീശൻ്റെ നയപരമായ അല്ലെങ്കിൽ നയതന്ത്രപരമായ ചില നീക്കങ്ങൾ ഇന്ന് നമ്മൾ കണ്ടു. അതെ, അതിലൊന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീട്ടിലെ സന്ദർശനം, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെ സന്ദർശനം തുടങ്ങിയതൊക്കെ അതിലൊന്നായിരുന്നു. വളരെ നയതന്ത്രപരമായിട്ട് കാര്യങ്ങൾ നീക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അതിനകത്ത് രണ്ട് തരത്തിലുള്ള സന്ദർശനങ്ങളാണ്. എങ്കിൽ പോലും ഈ രണ്ട് സന്ദർശനങ്ങൾക്കും വളരെയധികം പ്രാധാന്യം അർഹിക്കും. അതിലൊന്ന്, ഈ മുഖ്യമന്ത്രി നിലവിലെ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രിയെ സന്ദർശിക്കുക, അല്ലെ നിയുക്ത മുഖ്യമന്ത്രി കാവൽ മുഖ്യമന്ത്രിയെ സന്ദർശിക്കുക എന്ന് പറയുന്നത് ഒരു കീഴ്വഴക്കം അങ്ങനെ ഉണ്ട്. നമുക്കറിയാം, തമിഴ്നാട്ടിൽ ഇപ്പം വിജയ് പോയിട്ട് പിന്നെ ഇദ്ദേഹത്തെ കണ്ടായിരുന്നല്ലോ, സ്റ്റാലിനെ കണ്ടിരുന്നു. അതുപോലെ ഇപ്പം പിണറായി വിജയനെ വി.ഡി. സതീശൻ പോയി സന്ദർശിക്കുന്നു. അതിന് മുമ്പ് ഉമ്മൻചാണ്ടി ഒഴിയുന്ന സമയത്ത് പിണറായി വിജയൻ അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. അതൊരു രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു കീഴ്വഴക്കമാണ്. ഒരു പരസ്പര ധാരണയോടുകൂടി മുന്നോട്ട് പോകും. അല്ലെങ്കിൽ പരസ്പരം ഇവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നോടിയായിട്ട്, ഇപ്പം നമ്മൾ ഗോദ കണ്ടിട്ടില്ലേ, യുദ്ധം. പിന്നെ ഗോദയിൽ നമ്മൾ എന്താ പറയുന്നത്, ഗുസ്തിയാണെങ്കിൽ എന്ത് കായിക മത്സരമാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കാനുള്ള ആദ്യം നമ്മൾ കൈ കൊടുത്തതിന് ശേഷമല്ലേ ഈ ഇടി ആരംഭിക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഇന്ന് പിണറായി വിജയൻ്റെ അടുത്ത് അദ്ദേഹം പോയത്. ഒപ്പം തന്നെ തൻ്റെ പാർട്ടിയിലെ പിണറായി വിജയനായിട്ടുള്ള രമേശ് ചെന്നിത്തലയെ അദ്ദേഹം കാണാൻ പോയിട്ടുണ്ട്. കാരണം രമേശ് ചെന്നിത്തല ഇടഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇടഞ്ഞു നിൽക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല, അദ്ദേഹം ആഭ്യന്തരമന്ത്രി സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഇടഞ്ഞു നിൽക്കൽ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നത്. നമുക്ക് ആദ്യം പിണറായി വിജയനെയാണ് അദ്ദേഹം സന്ദർശിച്ചത്. അടൂർ പ്രകാശിൻ്റെ വീട്ടിൽ പോയതിന് ശേഷം UDF കൺവീനർ അദ്ദേഹം സുഖമില്ലാതിരിക്കുകയാണ്. അടൂർ പ്രകാശ് അദ്ദേഹത്തിൻ്റെ ശാരീരിക അസ്വസ്ഥതകളുണ്ട്. അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്ന് അതിൻ്റെ വിശ്രമത്തിലാണ് അദ്ദേഹം ഉള്ളത്. എങ്കിലും ഇപ്പോഴത്തെ പൂർണ്ണമായിട്ടും മാറിയിട്ടില്ലെങ്കിലും അദ്ദേഹം പതുക്കെ ലൈഫിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്, ദൈനംദിന പ്രവർത്തനങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നാണ് പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് പോയത്. പിണറായിയുടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ നമ്മൾ അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഇന്ന് എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് ശേഷം പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ ഒരു ചിരി ചിരിച്ചു. അതെ, ഇന്ന് മുഖത്ത് ആദ്യമായിട്ടൊരു ചിരി കാണുന്ന, ഇത്രയും നാളും കൃത്രിമ ഇന്നത് സ്വാഭാവികമായി വെള്ളം ചേർക്കാത്ത ചിരി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് വെള്ളം ചേർത്ത ചിരിയാണ് ഈ കഴിഞ്ഞ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുകൊണ്ടേയിരുന്നത്. അതായത് ഒരാൾ സ്വാഭാവികമായി ചിരിക്കുന്നതും ചിരിച്ചതായിട്ട് വരുത്തി തീർക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, ഇല്ലേ? സ്വാഭാവിക ചിരി നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. മറ്റേ ചിരി എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇവിടെ പിണറായി വിജയൻ പെട്ടുപോയില്ലേ? കാരണം സതീശൻ വന്ന പുറകെ ചാനൽ പടയെല്ലാം കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിണറായിക്ക് അത് താല്പര്യമുള്ള ആളല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം, ഞാൻ വിചാരിച്ച് കടക്കു പുറത്തുനിന്ന് സതീശനോടും ചാനൽ പടയോടും പറയുമെന്ന്. പക്ഷേ പുള്ളിയുടെ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു റെസ്പോൺസ് ആയിരുന്നു പുള്ളിയുടെ. ഒന്നെങ്കിൽ തോൽവിയിലുള്ള മനോവിഷമം, അത് പക്ഷേ എത്രത്തോളം പ്രകടമാണെന്ന് പറയാൻ കഴിയില്ലായിരിക്കാം. പിന്നെ ഒരാൾ അതിഥിയായി വരുമ്പോൾ അദ്ദേഹത്തോട് കാണിക്കേണ്ട ഒരു മര്യാദ കാണിക്കാന്നുള്ള, അദ്ദേഹം കുടുംബസമേതം ഇറങ്ങി വന്നു സംസാരിച്ചത് മുഴുവൻ അപ്പോഴും വി.ഡി. സതീശൻ തന്നെ. അതെ, ഇതിനകത്ത് അദ്ദേഹം ചിരിച്ച് മാത്രം അങ്ങനെ നിന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് മാധ്യമങ്ങളോട് യാതൊരുവിധ പ്രതികരണം പിണറായി വിജയൻ അദ്ദേഹത്തിന് പറയാനുള്ള അദ്ദേഹം പറഞ്ഞല്ലോ എന്ന് കണ്ടൊരു ഡയലോഗ് മാത്രമേ പുള്ളി പറഞ്ഞുള്ളൂ. പക്ഷേ അത്രയും സമയം സതീശനാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തെ കാണാമെന്നതാണ്, മുതിർന്ന ആളാണ്, പിന്നെ വനിതാപജ്ഞനാണ് രാഷ്ട്രീയത്തിൽ. അങ്ങനെ ഒരാളെ കാണാനും അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടാനുമാണ് വന്നത്. അതുപോലെ മുൻ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ പ്രവർത്തനങ്ങൾ എല്ലാം അതേ രീതിയിൽ മുന്നോട്ട് പോയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ചില കറക്ഷൻസ് വരുത്തുമെന്ന്. അതെ, ചില കറക്ഷൻസോടുകൂടി അത് മുന്നോട്ട് വരത്തുള്ളൂ. അത് സ്വാഭാവികമാണ്. ഒരു സർക്കാർ തുടങ്ങി വെക്കുന്ന പദ്ധതികൾ എന്തായാലും അടുത്ത സർക്കാർ വരുമ്പോൾ അവരുടേതായ രീതിയിൽ മാത്രമേ അത് നടപ്പിലാക്കൂ. പിന്നെ ചായ സൽക്കാരമൊക്കെ നടത്തി, ആ ചായയൊക്കെ കുടിച്ചു. അദ്ദേഹം അവിടെ കുറേ നേരമൊക്കെ ഇരുന്നതിന് ശേഷമാണ് സതീശൻ പുറത്തേക്ക് വന്നത്. അപ്പം രാവിലെ തൊട്ട് വി.ഡി. സതീശൻ ഇങ്ങനെ സഞ്ചരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ ചാനൽ പ്രവർത്തകർ സഞ്ചരിക്കുന്നു. പിന്നെ അദ്ദേഹം ചെല്ലുന്നിടത്തെല്ലാം ബൈറ്റ് കൊടുക്കുന്നു. ഇത് നമുക്ക് അന്യമായൊരു കാഴ്ചയാണ്. അതെ, പ്രത്യേകിച്ച് ആദ്യത്തെ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രകടനത്തിലൂടെ ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് ഞാൻ അന്യനല്ല എന്നോ, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് ഞാൻ കടക്കപ്പുറത്ത് പറയില്ല എന്ന് അദ്ദേഹത്തിന്റെ പ്രകടനത്തിലൂടെ തന്നെ തെളിയിക്കുകയാണ്. അത് വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ എത്ര മാധ്യമങ്ങളെ ഓടിച്ചാലും ശാസിച്ചാലും പിന്നെ മാറാതെ അദ്ദേഹത്തിൻ്റെ പുറകെ നടക്കുക, അതൊരു അസാമാന്യ ക്ഷമയുള്ള ഒരു പരിപാടിയാണ്, ഇല്ലേ? പിണറായി വിജയൻ ഒന്നും പറയില്ല എന്ന് നമുക്കറിയാം. നമ്മുടെ ഈ പോകുന്ന ചാനൽ പ്രവർത്തകർക്കെല്ലാം അറിയാം പിണറായി വിജയൻ ഒന്നും പറയില്ല. പക്ഷേ
ഇനിയും ശരിക്കും ബിരിയാണി ഉണ്ടെങ്കിലോ എന്ന് സലീം കുമാർ ചോദിക്കുന്നത്. നീ എന്തെങ്കിലും ഇയാൾ കടക്കു പുറത്തെന്നെങ്കിലും പറഞ്ഞാൽ അതും വാർത്തയാണ്. അതെ, അതിനുവേണ്ടിയാണ് ഈ സാധനം പിടിച്ചോട്ട് പുള്ളിയുടെ പുറകെ നടക്കുന്നത്. അത് അതായത് ഈ 10 വർഷക്കാലത്തെ അവസ്ഥയായിരുന്നു അത്. ഇനി പ്രതിപക്ഷ നേതാവാകുമ്പോൾ അത് എത്രത്തോളം ഇല്ല, പ്രതിപക്ഷ നേതാവായിട്ട് വരുന്ന ഉടനെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവായിട്ട് വരുമ്പോഴും എനിക്ക് തോന്നുന്നു അദ്ദേഹം സംസാരിക്കാൻ സാധ്യത കുറവാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയാം, ഇത്രയും പ്രായമായൊരു മനുഷ്യനാണ്. ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് വയ്ക്കണം, ഈ കാര്യങ്ങൾ തെറ്റുകൂടാതെ പറയണം. ഇപ്പോഴദ്ദേഹം പറയുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താ പറയുന്നത്, ഓഫീസിൽ നിന്ന് ഉള്ള പ്രോംപ്റ്റ് അനുസരിച്ചാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറിപ്പുകളുണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ പത്രസമ്മേളനം നടത്താനുള്ള റിലീസുകളുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം ഇപ്പം ആധികാരികമായിട്ട് സംസാരിക്കുന്നത്. അല്ലാതെ രാഷ്ട്രീയം പ്രസംഗിക്കാൻ ഇതൊന്നും വേണ്ട. പക്ഷേ സർക്കാർ ഇവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളതും ഈ സർക്കാർ എന്തൊക്കെയാണ് നടത്താൻ പോകുന്നതെന്നും സർക്കാരിൻ്റെ നിലപാട് എന്താണെന്നും അദ്ദേഹം പറയുന്നത് കൃത്യമായി എഴുതി വായിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞാലും സതീശൻ്റെ മറ്റ് 2 സന്ദർശനങ്ങളും ഇന്ന് ശ്രദ്ധിക്കപ്പെട്ടു. അതെ, ജി കാർത്തികേയന്റെ വീട്ടിലെ സന്ദർശനം, അതെ, അതുപോലെ ചെന്നിത്തലയുടെ വീട്ടിലെ സന്ദർശനവും. ഈ ജി കാർത്തികേയന്റെ വീട്ടിലെ സന്ദർശനമാണ് ഏറ്റവും ശ്രദ്ധേയം. അതാണ് അദ്ദേഹത്തിന്റെ ഗുരുത്വം എന്ന് പറയുന്നത്. അതെ, അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞതായിട്ടാണ്. കണ്ണ് നിറയും. കാരണം ജി കാർത്തികേയന്റെ ഒപ്പം വളർന്നു വന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ആത്മീയ രാഷ്ട്രീയ ഗുരു എന്ന് പറയുന്നത് ജി കാർത്തികേയൻ. ഈ 2001 വി ഡി സതീശന് 96-ലും 2001-ലും വി ഡി സതീശന് സീറ്റ് വാങ്ങിക്കൊടുക്കുന്നത് ഈ ജി കാർത്തികേയന്റെ ഇടപെടൽ. ജി കാർത്തികേയൻ പറഞ്ഞത് ഇയാൾക്ക് സീറ്റ് ഇല്ലെങ്കിൽ എനിക്കും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് സീറ്റ് വാങ്ങിക്കൊടുത്തത്. അങ്ങനെ കേരളത്തിന് ജി കാർത്തികേയൻ സമ്മാനിച്ച ഒരു മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. ജി കാർത്തികേയൻ്റെ വൈഫ് സുലേഖ എന്നാണ് തോന്നുന്നു മാഡത്തിൻ്റെ പേര്. അപ്പം അദ്ദേഹം ഈ ജി കാർത്തികേയനുമായിട്ട് സന്തത സഹചാരിയായിരുന്ന ഒരാളാണ് ഈ വി ഡി സതീശൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്കൂളിൽ പഠിച്ച ഒരാളാണ്, ജി കാർത്തികേയൻ്റെ ഒരു സ്കൂളിൽ പഠിച്ച ആളാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം പിന്തുടരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിൽ പോകുക എന്നുള്ളതായിരുന്നു പ്രഥമ പരിഗണന. അദ്ദേഹത്തിനെ ഈ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നും അദ്ദേഹം രാഷ്ട്രീയം ഉപേക്ഷിച്ച് രാഷ്ട്രീയം സൈഡ് ബിസിനസ് ആക്കിക്കൊണ്ട് അഭിഭാഷകനായി മാറിയ ആളാണ് വി ഡി സതീശൻ. അവിടെ നിന്ന് തിരിച്ച് അദ്ദേഹത്തെ വീണ്ടും ഇതിലേക്ക് കൊണ്ടുവന്ന ആളാണ് ജി കാർത്തികേയൻ. അപ്പോൾ അത് ഒരു കൃത്യമായ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗുണങ്ങളുടെ ഒരു പ്രതിഫലനമായിട്ട് നമുക്കതിനെ കാണാം. അതായത് ആദ്യത്തെ ദിവസത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം തന്നെ ഒരു തരത്തിലൊരു നെഗറ്റീവ് പറയാനായിട്ട് അദ്ദേഹം അനുവദിച്ചിട്ടില്ല. അതുപോലെ ഇതിനകത്ത് ഏറ്റവും തന്ത്രപ്രധാനമായ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയുമായിട്ടുള്ള. ചെന്നിത്തല ഇടഞ്ഞിരിക്കുകയാണ്. ചെന്നിത്തല മന്ത്രിസഭയിലേക്കില്ല എന്ന് പറഞ്ഞ് ഇടഞ്ഞു നിൽക്കുകയാണ്. അതിനിടയ്ക്ക് വലിയ വമ്പൻ വ്യാജ വാർത്തകൾ, അദ്ദേഹം MLA സ്ഥാനം ഒഴിയുമെന്നും പറഞ്ഞൊക്കെ. എന്ത് മാധ്യമപ്രവർത്തനമാണെന്ന് നമുക്കറിയില്ല. ഹരിപ്പാട് പോലൊരു സ്ഥലത്ത് നിന്ന് ജയിച്ചു വന്ന വളരെ മുതിർന്ന കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തല ഒരു മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലാത്തതിൻ്റെ പേരിൽ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നു, അല്ലെങ്കിൽ MLA സ്ഥാനം ഒഴിയുന്നു എന്നൊക്കെ പറയുന്ന എന്തുതരം മാധ്യമപ്രവർത്തനം, എന്തുതരം ജേർണലിസം ആണെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അതാണ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഇന്ന് അവിടെ ചെന്നത് ശരിക്കും എനിക്ക് തോന്നുന്നു ചെന്നിത്തലയായിട്ട് പൊളിറ്റിക്സോ അല്ലെ ഈ വിഷയങ്ങളോ ഒന്നും സംസാരിച്ച് കാണത്തില്ല. അത് ഹൈക്കമാൻഡ് ആയിരിക്കുമല്ലോ സംസാരിക്കുന്നത്. ചെന്നിത്തലയുടെ വിഷയം ഇത്രയേ ഉള്ളൂ. അദ്ദേഹം പറയുന്ന 3-4 മന്ത്രിമാരെ വേണം, അദ്ദേഹത്തിന് ആഭ്യന്തരം വേണം, ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ വലങ്കയായിട്ടുള്ള ജോസഫ് വാഴയ്ക്കിനെ KPCC പ്രസിഡന്റ്. ഇത്തരം നിർദ്ദേശങ്ങളാണ് പുള്ളി മുന്നോട്ട് വെച്ചത്. അതിനുവേണ്ടിയാണ് അദ്ദേഹം മസിൽ പിടിച്ചിരിക്കുന്നത്. ഇതിനകത്ത് കുറച്ചെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ട് ഇത് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതാണ് സംഭവം. എന്തായാലും പുറത്ത് അതോടൊപ്പം തന്നെ ഞങ്ങൾ തമ്മിൽ അകൽച്ചയിലല്ല എന്ന് പുറത്ത് ജനങ്ങളെ കാണിക്കാനുള്ള ഒരു തത്രപ്പാട്. അല്ലെങ്കിലും അവർ തമ്മിൽ അകൽച്ചയിലല്ല. ഈ മുഖ്യമന്ത്രി സ്ഥാനം വരുമ്പോൾ ഇപ്പോൾ ആർക്കാന്ന് പറഞ്ഞാലും ഒരു സ്വാർത്ഥതയുണ്ടല്ലോ. നമ്മളൊരു സ്ഥാനം പിടിച്ചെടുക്കുക എന്നുള്ളിടത്ത് ഒരു സ്വാർത്ഥതയുണ്ട്. അതിപ്പം ഒരാൾക്ക് കിട്ടി, പിന്നെ അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം രമേശ് ചെന്നിത്തല പിണങ്ങിപ്പോയി എന്നും പറഞ്ഞ് സതീശനെ മാറ്റി പുള്ളിയെ മുഖ്യമന്ത്രിയാക്കും? ഇല്ല. പിന്നെ അദ്ദേഹം കാണിക്കുന്നതൊക്കെ ഒരു അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിനെ നിലനിർത്താനുള്ള, അദ്ദേഹത്തിൻ്റെ അനുയായികളെ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു തന്ത്രം മാത്രമാണ്. അത് പിന്നീട് അത് നന്നായിട്ടങ്ങ് പൊക്കോളൂ.